കൂടി പറയണ്ടേ? യെസ്, നമ്മൾ വീണ്ടും മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തലമുറകളെ സ്വാധീനിച്ച അധ്യാപകരും അവരുടെ വിദ്യാർത്ഥികളും വീണ്ടും കലാലയ അന്തരീക്ഷത്തിൽ ഒത്തുകൂടി. മുൻകാല അധ്യാപന ശൈലി പുനരാവിഷ്കരിക്കുന്ന ചടങ്ങാണ് പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന ക്ലാസ്സിൽ മന്ത്രിയും മുൻ മന്ത്രിമാരും വിദ്യാർത്ഥികളായി. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ഡോക്യുമെന്ററിയുടെ ചിത്രീകരണം നടക്കുന്നത്. ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെടത്തക്കവണ്ണമായ രീതിയിൽ വളർത്തിയെടുത്തത് ആരാണ് എന്ന് പറയാം. യൂണിവേഴ്സിറ്റി കോളേജിലെ 550ാമത്തെ ക്ലാസ് മുറിയിൽ ആ അധ്യാപകന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. കാറൽ മാക്സും സോവിയറ്റ് യൂണിയനുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ. My heart leaps up when I behold the rainbow in the sky. അതുപോലെ എന്നെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ എം.എ. ഉമ്മനാണ് വീണ്ടും അധ്യാപക കുപ്പായം അണിഞ്ഞത്. ക്ലാസ് റൂമിലെ കസേരയിലിരുന്ന് ബ്ലാക്ക് ബോർഡിന് മുന്നിൽ ഉമ്മൻ സാർ അധ്യാപകനായപ്പോൾ മന്ത്രിയും മുൻ മന്ത്രിമാരുമൊക്കെ അച്ചടക്കമുള്ള കുട്ടികളായി. ഇദ്ദേഹം നോബൽ പ്രൈസ് ഇക്കണോമിക്സ് ബോട്ടണിക്കാരൻ ആരെങ്കിലും ആദ്യത്തെ ചാപ്റ്റർ ഇക്കണോമിക്സ് ആണെന്ന് പറഞ്ഞ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. സുവോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങും. ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കേട്ടും ഉമ്മൻ സാർ ആ പഴയ അധ്യാപകനായി മാറി. ഒടുവിൽ മുൻബെഞ്ചിലിരുന്ന മന്ത്രിയോടായി ചോദ്യം. മാഷിന്റെ ചോദ്യത്തിന് പകച്ചു നിൽക്കാതെ മന്ത്രിയുടെ മറുപടി. പക്ഷേ പാഠപുസ്തകത്തിലെ സാമ്പത്തിക ശാസ്ത്രവും ജീവിതത്തിന്റെ സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ ബന്ധമില്ലെന്ന് മാഷിന്റെ മറുപടി. ഉമ്മൻ സാറിന്റെ ക്ലാസ് പുതിയ തലമുറയ്ക്കും പുത്തൻ അനുഭവമായിരുന്നു. പരീക്ഷ ഉദ്ദേശിച്ച് മാത്രം പുറത്തിറങ്ങുന്ന ഗൈഡുകൾ നോക്കി പഠിച്ച് പരീക്ഷ എഴുതി റാങ്കുകൾ വാങ്ങി അല്ലെങ്കിൽ നല്ല മാർക്കുകൾ വാങ്ങി പുറത്തിറങ്ങുന്ന അഭിനവ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഞങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ABCD പോലും നിങ്ങൾ കണ്ടിട്ടില്ല എന്നും സാമ്പത്തിക ശാസ്ത്രം എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക വളരെയധികം മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു വിഷയമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇത്. പ്രചോദനത്തിന്റെ പ്രവാചകർ എന്ന പേരിലാണ് സാംസ്കാരിക വകുപ്പിന് കീഴിലെ ബുക്ക് മാർക്ക് തലമുറകളെ സ്വാധീനിച്ച അധ്യാപകരുടെ അധ്യാപന ശൈലി ഡോക്യുമെന്ററി ആക്കുന്നത്. ചിത്രീകരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഒത്തിരി പ്രതിഭാധനന്മാരായ വ്യക്തിത്വങ്ങൾ മൺമറഞ്ഞുപോയി. അവരുടെ ക്ലാസ്സുകൾ എന്തായിരുന്നു എന്ന് പുതിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കാണാനൊരവസരം കിട്ടാതെ പോയി. അതൊരു വലിയൊരു നഷ്ടമാണ്. ആ ഒരു നഷ്ടം നമുക്കുണ്ടെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ ആളുകളെയെല്ലാം അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് അത് റെക്കോർഡ് ചെയ്ത് നമുക്കത് ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. സാംസ്കാരിക വകുപ്പാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു കലാലയങ്ങളിലും പ്രമുഖർ ക്ലാസുകൾ നയിക്കും. വിദ്യാർത്ഥികളെ കാലാകാലങ്ങളിൽ പ്രചോദിപ്പിച്ച അധ്യാപകരുടെ അധ്യാപന ശൈലി അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിത്രീകരിച്ച് ഡോക്യുമെൻ്ററി രൂപത്തിലാക്കി കൈമാറുക എന്നതാണ് ഈ പദ്ധതിയുടെ ചുരുക്കം. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം.